محمد وآل محمد اللهم صل على محمد وآل محمد وعجل ورجل والعجل وقضى 2006 ഡിസംബർ 29 വെള്ളിയാഴ്ച ബഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള അമേരിക്കൻ മിലിറ്ററി ജയിലായ ക്യാമ്പ് ക്രോപ്പറിൽ ഒരാളെ തടവിൽ പാർപ്പിച്ചിരുന്നു. അയാളുടെ സെൽ എവിടെയാണെന്ന് കൃത്യമായി പുറം ലോകത്തിന് ഒരു പിടിയുമുണ്ടായിരുന്നില്ല. അവിടെ പാർപ്പിച്ചിരുന്ന ആ വ്യക്തിയായിരുന്നു സദ്ദാം ഹുസൈൻ. സൂപ്പർ 12 എന്ന് വിളിക്കുന്ന 12 അമേരിക്കൻ മിലിറ്ററി പോലീസുകാരായിരുന്നു 2006 മുതൽ സദ്ദാമിന് കാവൽ നിന്നിരുന്നത്. ഇറാഖ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ പാർപ്പിച്ചിരുന്ന വളരെ സീക്രട്ടായ മാക്സിമം സെക്യൂരിറ്റിയുള്ള അമേരിക്കൻ ജയിലായിരുന്നു ക്യാമ്പ് ക്രോപ്പർ. 2003 ഡിസംബർ 13 തിക്രിത്തിന് അടുത്ത് വെച്ച് പിടിക്കപ്പെട്ടതിന് ശേഷം ഇറാഖ് സർക്കാരിന് കൈമാറുന്നതിന് മുൻപുള്ള അവസാനത്തെ മാസങ്ങൾ സദ്ദാം ഹുസൈൻ ചിലവഴിച്ചത് ഇവിടെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർ വന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തെ കാണാൻ അനുവാദം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും സദ്ദാമിൻ്റെ അവസാന നിമിഷങ്ങൾ അടുത്തുവെന്ന് ഗാർഡുകൾക്ക് ഊഹിക്കാമായിരുന്നു. ഏകദേശം 3 വർഷത്തോളമായി അമേരിക്കൻ പട്ടാളക്കാരായിരുന്നു അദ്ദേഹത്തിന് കാവൽ നിന്നിരുന്നത്. സദ്ദാമിൻ്റെ കേസ് വാദിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഇറാഖി സ്പെഷ്യൽ കോടതിയിലേക്ക് മിക്ക ദിവസവും അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നതും തിരികെ കൊണ്ടുവന്നിരുന്നതും ഈ സൂപ്പർ 12 ടീമായിരുന്നു. 1982 ദുജൈൽ എന്ന സ്ഥലത്ത് 148 ഷിയ മുസ്ലിങ്ങളെ കൊന്ന കേസിലാണ് 2006 നവംബർ 5 സദ്ദാം ഹുസൈന് വധശിക്ഷ വിധിക്കുന്നത്. പിന്നീടുണ്ടായ സദ്ദാം ഹുസൈനിൻ്റെ അവസാന നിമിഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഷിയ മുസ്ലിങ്ങളെ കൊന്ന കേസിലാണ് 2006 നവംബർ 5 സദ്ദാം ഹുസൈന് വധശിക്ഷ വിധിക്കുന്നത്. താൻ രാജ്യത്തിൻ്റെ മുൻ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നതുകൊണ്ട് തന്നെ തൂക്കിലേറ്റുന്നതിന് പകരം ഒരു പട്ടാളക്കാരനെ പോലെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. 2006 ഡിസംബർ 26 ഇറാഖിലെ അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവെച്ചു. ഇതോടെ 30 ദിവസത്തിനുള്ളിൽ ശിക്ഷ നടപ്പാക്കണം എന്ന നിയമം നിലവിൽ വന്നു. ബലിപെരുന്നാളായ 2006 ഡിസംബർ 30 വെളുപ്പിന് സദ്ദാം ഹുസൈനെ ക്യാമ്പ് ക്രോപ്പറിൽ നിന്ന് വിളിച്ചുണർത്തി. അദ്ദേഹത്തെ ഇറാഖ് അധികാരികൾക്ക് കൈമാറാനുള്ള പ്രൊസീജിയർ തുടങ്ങിയെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോഴും സദ്ദാം ഹുസൈൻ ഒട്ടും പേടിക്കാതെ വളരെ കൂളായാണ് നിന്നതെന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ വക്കീലും ഗാർഡുകളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാസങ്ങളോളം അദ്ദേഹത്തോട് സംസാരിച്ചും തമാശ പറഞ്ഞും നടന്ന സൂപ്പർ 12 ചില പട്ടാളക്കാർക്ക് തങ്ങളുടെ ഡ്യൂട്ടിയിലെ ഏറ്റവും വിഷമം പിടിച്ച ഒരു ദിവസമായിരുന്നത്രേ ആ പ്രഭാതം. കാരണം പലരും ക്രൂരനായ ഒരു കൊടും കുറ്റവാളിയായി കണ്ടിരുന്ന ആ മനുഷ്യൻ അവർക്ക് അപ്പോഴേക്കും നല്ലൊരു പരിചയക്കാരനായി മാറിയിരുന്നു. അങ്ങനെ വെളുക്കുന്നതിന് മുൻപുള്ള സമയത്ത് സദ്ദാം ഹുസൈന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഭക്ഷണം നൽകി. ചിക്കനും ചോറും കൂടെ തേൻ ചേർത്ത ഒരു കപ്പ് ചൂടുവെള്ളവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിൽ കൂടുതലായും പറയുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ഫജ്ർ നമസ്കാരം അഥവാ പ്രഭാത നമസ്കാരം നിർവഹിച്ചു. പിന്നീട് ഇറാഖ് TV പുറത്തുവിട്ട വീഡിയോയിൽ എക്സിക്യൂഷൻ സൈറ്റിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന അദ്ദേഹം ഖുർആൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയം ഒഴിച്ചു നിർത്തിയാൽ സദ്ദാം ഹുസൈൻ വളരെ ശാന്തനായും മിണ്ടാതെയുമാണ് നിന്നിരുന്നതെന്ന് റിപ്പോർട്ടർമാർ പറയുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കോടതിയിൽ കണ്ട ആ ഒരു ദേഷ്യമൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്നില്ല. വലിയൊരു പുണ്യദിവസമായ ബലിപെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ വധശിക്ഷ നടപ്പാക്കിയതിൽ സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും പിന്നീട് ഇറാഖിനെ വിമർശിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദമായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയുന്നതനുസരിച്ച് സദ്ദാം ഹുസൈൻ തൻ്റെ 2 അർദ്ധ സഹോദരന്മാരോടും യാത്ര ചോദിച്ചിരുന്നു. ഇതിൽ ബാർസാൻ ഇബ്രാഹിം അൽ തിക്രിത്തിയും ഉണ്ടായിരുന്നു. ഇതേ ദുജൈൽ കേസിൽ വധശിക്ഷയും കാത്ത് ക്യാമ്പ് ക്രോപ്പറിൽ തന്നെ കഴിഞ്ഞവരായിരുന്നു അവരും. തൻ്റെ സെല്ലിൽ നിന്ന് ഇറങ്ങാൻ നേരം മാസങ്ങളോളം തനിക്ക് കാവൽ നിന്ന ആ സൂപ്പർ 12 പട്ടാളക്കാരോട് സദ്ദാം ഹുസൈൻ നന്ദി പറഞ്ഞു. അവർ തനിക്ക് സ്വന്തം കുടുംബത്തെ പോലെ ആയി മാറിയെന്നാണ് സദ്ദാം പറഞ്ഞതെന്ന് ഒരു പട്ടാളക്കാരൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന റോളക്സ് വാച്ച് ഊരി ഒരു ഗാർഡിന് നൽകി. പക്ഷേ അത് വാങ്ങാൻ ആ ഗാർഡിന് നല്ല പോലെ മടിയായിരുന്നു അത്രേ. ആദം റോജേഴ്സണിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അദ്ദേഹം മരിച്ചതിന് ശേഷം എനിക്ക് നല്ല പോലെ വിഷമം തോന്നി. സ്വന്തം കുടുംബത്തിലെ ആരോരാൾ നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാനൊരു കൊലപാതകിയാണെന്നും എനിക്ക് വ്യക്തിപരമായി അത്രയും അടുത്തറിയാവുന്ന ഒരാളെയാണ് ഞാൻ കൊലയ്ക്ക് കൊടുക്കാൻ സഹായിച്ചത് എന്നുമുള്ള ഒരു കുറ്റബോധം എന്നെ വല്ലാതെ വേട്ടയാടിയിരുന്നു എന്നാണ് സൂപ്പർ 12 ആദം റോജേഴ്സൺ പറഞ്ഞിരുന്നത്. അതിനു മുൻപായി ഞാനൊരു കാര്യം പറയാം.
പണക്കാരൊക്കെ അവരുടെ ശമ്പളം കൊണ്ടല്ല റിച്ചായിരിക്കുന്നത്. അവരിൽ ഭൂരിഭാഗവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താണ് തങ്ങളുടെ പണം വളർത്തിയെടുക്കുന്നത്. എന്നാൽ നമ്മളിൽ പലരും ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് വോൾഫ് ആപ്പ് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ആപ്പാണ് മാർക്കറ്റ് വോൾഫ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു ഫീച്ചറാണ് ഫോളോ ട്രെൻഡ്. മറ്റ് യൂസേഴ്സ് ലാഭമുണ്ടാക്കിയ റിയൽ ടൈം ട്രേഡുകൾ ഏതാണെന്ന് ഈ ഫീച്ചർ കാണിച്ചു തരും. ഞാൻ ഈ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ട്രേഡ് ലൈവായി കഴിഞ്ഞു. കൂടാതെ വളരെ ചെറിയൊരു തുക വെച്ചും നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വലിയ നഷ്ടം വരാതിരിക്കാൻ ഇതിൽ ഇൻബിൽട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറുമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റോപ്പ് ട്രേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത്ര സമയം കൊണ്ട് 1856 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. കൂടാതെ മാർക്കറ്റ് വോൾഫ് ഫ്രീ ആയി ട്രേഡ് റെക്കമെൻഡേഷൻസും തരുന്നുണ്ട്. ഈ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്ത യൂസേഴ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് 11,060 രൂപ വരെയും, ഒരു മാസം കൊണ്ട് 84,361 രൂപ വരെയും, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5,05,080 രൂപ വരെയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീസിൽ ഈ ഫീച്ചറുകളെല്ലാം ലഭിക്കും. കൂടാതെ രാവിലെ 9 മുതൽ അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള മാർക്കറ്റ് വോൾഫിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും നൽകിയിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതിനുശേഷം സദ്ദാം ഹുസൈനെ കനത്ത സെക്യൂരിറ്റിയിൽ ഒരു ആർമേഡ് വെഹിക്കിളിൽ ബഗ്ദാദിലെ കാദിമിയയിലുള്ള ക്യാമ്പ് ജസ്റ്റിസ് എന്ന ഇറാഖി US ആർമി ബേസിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചായിരുന്നു വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. സദ്ദാമിൻ്റെ ഭരണകാലത്ത് അവിടുത്തെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ഈ ക്യാമ്പ് ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തെ എതിർത്ത പലരെയും മുൻപ് അവിടെ തടവിൽ പാർപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ തന്നെയാണ് അവിടുത്തെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. യാത്രയ്ക്ക് ശേഷം അമേരിക്കൻ പട്ടാളം സദ്ദാം ഹുസൈനെ ഔദ്യോഗികമായി ഇറാഖ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കാരണം നേരത്തെ ഉണ്ടാക്കിയ പ്രോട്ടോകോൾ അനുസരിച്ച് അമേരിക്കക്കാർക്ക് പകരം ഇറാഖികൾ തന്നെ വധശിക്ഷ നടപ്പാക്കണമായിരുന്നു. ഇറാഖിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ മുവാഫക് അൽ റുബായിക്കാണ് അദ്ദേഹത്തെ കൈമാറിയത്. ഷിയ ദാവ പാർട്ടിയിലെ മുൻ അംഗമായ ഇദ്ദേഹം സദ്ദാമിൻ്റെ ഭരണകാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. വധശിക്ഷ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തതാണെന്ന് ഇദ്ദേഹം പിന്നീട് ഇറാഖ് ടിവിയോട് പറഞ്ഞിരുന്നു. തുടർന്ന് വധശിക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി കഴുമരം ഉണ്ടാക്കിയിരുന്ന ക്യാമ്പ് ജസ്റ്റിസിലെ എക്സിക്യൂഷൻ ചേംബറിലേക്ക് സദ്ദാം ഹുസൈനെ കൊണ്ടുപോയി. ആ മുറിയുടെ നടുവിൽ ഒരു ട്രാപ്പ് ഡോറോട് കൂടിയ ഒരു തടി പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതിനു മുകളിലായി തൂക്കുകയറും ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് സദ്ദാം ഹുസൈൻ്റെ വക്കീൽ ഖലീൽ അൽ ദുലൈമി പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. പല ഔദ്യോഗിക റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് ഇറാഖി നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ അവിടെ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകൾ കെട്ടി. മയങ്ങാനുള്ള മരുന്നുകളൊന്നും നൽകിയിരുന്നില്ല എന്നാണ്. ജയിലിലെ വസ്ത്രത്തിന് പകരം കറുത്ത സ്യൂട്ടും തൊപ്പിയും ഷൂസുമൊക്കെ ഇട്ടാണ് അദ്ദേഹം വന്നത്. ഈ വധശിക്ഷ നേരിൽ കണ്ട പ്രധാനമന്ത്രി നൂറി അൽ മാലിക്കിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസറായ സാമി അൽ അസ്കാരി പറയുന്നതനുസരിച്ച് സദ്ദാം ഹുസൈൻ പെട്ടെന്ന് ഇറാഖി ഗാർഡുകളോട് ഒന്ന് എതിർത്ത് നിന്നുവെങ്കിലും വേഗം തന്നെ ശാന്തനായി എന്നാണ്. മുഖം മൂടി ധരിച്ച ആരാച്ചർമാർ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു കറുത്ത തുണിയും തൂക്കുകയറും ഇട്ടപ്പോൾ മുറിയിലുണ്ടായിരുന്ന ചിലർ വർഷങ്ങളായി സദ്ദാമിനെ എതിർത്തിരുന്ന ഷിയ പുരോഹിതനായ മുഖ്താദ അൽ സദറിൻ്റെ പേര് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ അൽ സദർ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. തൻ്റെ മുഖം മൂടാൻ സദ്ദാം സമ്മതിച്ചില്ല. അവിടെയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് സദ്ദാമിൻ്റെ അവസാന വാക്കുകൾ ദൈവത്തെക്കുറിച്ചുള്ളതും പാലസ്തീൻ എക്കാലത്തും അറബികളുടേതായി തുടരുമെന്നുമുള്ള പ്രഖ്യാപനവുമായിരുന്നു. സദ്ദാം ഹുസൈൻ പിന്നീട് ഇസ്ലാമിക വിശ്വാസ പ്രഖ്യാപനമായ ഷഹാദ ചൊല്ലാൻ തുടങ്ങി. അത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ട്രാപ്പ് ഡോർ തുറന്നു. അദ്ദേഹം താഴേക്ക് വീണപ്പോൾ കഴുത്തൊടിയുന്ന ശബ്ദം കേട്ടുവെന്ന് കണ്ടുനിന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ നിമിഷമാണ് അദ്ദേഹം മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നീട് വലിയ വിവാദമായത് അദ്ദേഹത്തിൻ്റെ മരണ കാരണമല്ല, മറിച്ച് ആ മുറിക്കുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. അവിടെയുണ്ടായിരുന്ന ആരോ ഫോണിൽ എടുത്ത ഒരു അനൗദ്യോഗിക വീഡിയോയിൽ സദ്ദാമിനെ കളിയാക്കുന്നതും അൽ സദറിൻ്റെ പേര് വിളിക്കുന്നതും വ്യക്തമായിരുന്നു. ഇത് പുറത്തു വന്നത് ഇറാഖ് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി. അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇങ്ങനെയൊരു വീഡിയോ എടുത്ത് അനാദരവ് കാണിച്ചവരിൽ ഒരാളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ രാവിലെ ഏകദേശം 6 മണിയോടെ ബഗ്ദാദിലെ ചില ഭാഗങ്ങളിൽ വെടിപൊട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. അതൊരു ആക്രമണമായിരുന്നില്ല, മറിച്ച് സദ്ദാമിൻ്റെ വധശിക്ഷ നടപ്പാക്കി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ സന്തോഷം കൊണ്ട് ആകാശത്തേക്ക് വെടിവെച്ചതായിരുന്നു അത്രേ. സദ്ദാം ഹുസൈൻ്റെ വധശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ വേഗം മാറ്റാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് നേരിട്ട് അനുമതി നൽകി. അമേരിക്കൻ സൈന്യം ഹെലികോപ്റ്ററിൽ ബോഡി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ
അൽ ഔജയ്ക്ക് അടുത്തുള്ള തിക്രിത്തിലേക്ക് കൊണ്ടുപോയി. ഇസ്ലാമിക ആചാരപ്രകാരം ഒട്ടും വൈകാതെ തന്നെ ബോഡി അടക്കാം എന്ന് സമ്മതിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗോത്രമായ അൽബു നാസിറിലെ മുതിർന്നവർക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ശരീരം കൈമാറി. 2003 മൊസൂളിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിൻ്റെ മക്കളായ ഉദയ്യുടെയും കുസൈയുടെയും കല്ലറകൾക്കടുത്തായി അൽ ഔജയിലുള്ള ഒരു കുടുംബ കല്ലറയിലാണ് സദ്ദാമിനെയും അടക്കിയത്. അദ്ദേഹത്തിൻ്റെ ബോഡിയെ ചൊല്ലിയുള്ള ശരിക്കുമുള്ള വിവാദം വരുന്നത് സംസ്കാരം കഴിഞ്ഞ ഉടനെയല്ല, കുറച്ചു കഴിഞ്ഞ് 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ IS തീവ്രവാദികൾ തിക്രിത്തിലേക്ക് മുന്നേറാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ളവർ രാത്രിയുടെ മറവിൽ ആരുമറിയാതെ കല്ലറ തുറന്ന് ബോഡി പുറത്തെടുക്കുകയും അത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ ആർക്കുമറിയാത്ത വേറൊരിടത്ത് മാറ്റുകയും ചെയ്തിരുന്നു അത്രേ. 2015 ഇറാഖ് സൈന്യവും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ആ കല്ലറ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. അതുകൊണ്ട് തന്നെ സദ്ദാം ഹുസൈൻ്റെ ശരീരം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും വ്യക്തമായി അറിയില്ല. ഏതായാലും സദ്ദാം ഹുസൈൻ്റെ വധശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇപ്പോൾ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.